എഴുതി വെക്ക്. കേരള വിഷൻ ന്യൂസിൻ്റെ സാഹിത്യോത്സവ പരിപാടിയായ പുസ്തക പൂമുഖത്തിലെ ഇന്നത്തെ അതിഥിയുടെ പേര് അലി. തൊഴിൽ വാക്കുകെട്ടൽ. ആധാറില്ല. മക്കൾ ധാരാളം. മിക്കവരും സർവകലാശാലകളിലോ ജയിലിലോ ആണ്. എന്തേ, മനം വിരട്ടൽ തോന്നുന്നുണ്ടോ? എഴുതി വെക്ക്. ഇന്ന് പുസ്തകം വായിക്കാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവൻ്റെ പേര് അലി. 2:45 മേത്തോ എന്ന് കൂട്ടുകാർ വിളിക്കുമായിരുന്നു. എന്തേ, രജിസ്റ്ററിൽ പേരില്ലാത്ത കവിയെ പങ്കെടുപ്പിക്കാൻ പാടില്ലെന്നോ? മരിച്ച രാജ്യത്ത് ഖബറടങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത കവിക്ക് അതിർത്തികളുടെ അനുവാദം വേണ്ട. അതുകൊണ്ട് ഇന്നത്തെ അതിഥി മലയാളത്തിൽ ഇക്കാലത്ത് എഴുതുന്ന പ്രമുഖ ഇന്ത്യൻ കവിയായ അൻവർ അലിയാണ്. തെരുവുകളുടെയും ഭൂപ്രകൃതികളുടെയും അതിർത്തികളില്ലാത്ത നാടുകളുടെയും കവി. മഴക്കാലമാണ്, മറക്കേണ്ട കുഞ്ഞെ, മനസീർപ്പമാക്കി മഹാവ്യാധിയൊന്നും വരുത്തേണ്ട കുഞ്ഞെ എന്ന് ചെറുപ്രായത്തിൽ കവിത കൊണ്ട് പൊള്ളിക്കുകയും പിന്നീട് തണുപ്പിക്കുകയും ചെയ്ത കവിയാണ് അൻവർ അലി. അൻവർ അലിയുടെ ഏറ്റവും പുതിയ കവിതാ പുസ്തകം ഗാന്ധി തൊടൽമാലയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ഒപ്പം കവിയും ആ പുസ്തകവുമായി നമ്മോടൊപ്പം ചേരുന്നു. സ്വാഗതം അൻവർ അലി. താങ്ക് യു. സ്വാഗതം. എൻ്റെ കയ്യിൽ ഗാന്ധി തൊടൽമാല എന്ന പുസ്തകം ഇല്ല. പക്ഷേ ആ പുസ്തകം, അതിലെ മിക്കവാറും കവിതകൾ വായിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് അൻവറിനോട് സംസാരിക്കാനുള്ള ഒരു യോഗ്യത എനിക്കുള്ളത്. വാസ്തവത്തിൽ ഈ ഒരു പുസ്തകം അൻവർ അലിയുടെ മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ പുസ്തകം കയ്യിലില്ല എങ്കിൽ പോലും പുസ്തകം കയ്യിലുള്ളതുപോലെ തോന്നിപ്പിക്കുന്ന ഒന്നാണ്. കാരണം ഈ പുസ്തകത്തിലെ മറ്റേതൊക്കെ കവിതകൾ ഉണ്ടായിക്കൊള്ളട്ടെ, ആ കവിതകൾ നൽകാൻ പോകുന്ന കാവ്യാനുഭൂതികൾ എന്തുമായിക്കൊള്ളട്ടെ, അത് അറിഞ്ഞില്ലെങ്കിൽ പോലും ഗാന്ധി തൊടൽമാല എന്ന ശീർഷകവും ഈ പുസ്തകത്തിൽ അത് ഉണ്ട് എന്നുള്ള ചിന്തയും അത് വായിച്ചിട്ടുണ്ട് എന്നുള്ള ചിന്തയും മാത്രം മതിയാക്കും ഈ ഒരു കാവ്യസമാഹാരത്തെ പൂർണ്ണമാക്കാൻ എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് പറയാൻ തോന്നും അൻവർ അലിക്ക്? അതായത് പുസ്തകം ഇതാണ് പുസ്തകം. അപ്പൊ അതില് ഈ പുസ്തകത്തിൽ കാണുന്നത് പോലെ ഈ പുസ്തകത്തിലും ഇപ്പോ ബനീഷ് പറഞ്ഞതുപോലെ തന്നെ ആ കവിതയെ തൊട്ട ഒരു കുട്ടിയെ അവിടെ ഓർമ്മ ഇവോക്ക് ചെയ്യുന്ന എന്റെ തന്നെ കുട്ടിക്കാലത്ത് ഒരു പടവുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ പക്ഷെ ഈ പുസ്തകത്തിൽ അത് മാത്രമല്ല, അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒന്നാമത് ഗാന്ധിയും തൊടലും വളരെ പ്രധാനമാണ്. പക്ഷെ അതിൽ മാലയും വളരെ പ്രധാനമാണ്. മാല ഈ പ്രശംസിച്ചുകൊണ്ടൊക്കെ എഴുതുന്ന തരം പഴയ പാട്ടുകളാണ്. സമുദായമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഐഡന്റിറ്റി അതിനുണ്ട്. 3 മാലകളുണ്ട്: സൊറാബ്ദീൻ കൊലമാല, ബീരാൻ കഥമാല, ഗാന്ധി തൊടൽമാല. ഇത് 3 അല്ലാതെ തന്നെ എത്നിക്കായിട്ടുള്ള കേരളത്തിലെ എത്നിക് മുസ്ലിം മലയാളിയുടേതായ ചില ആധികൾ ഈ പുതിയ കാലത്തിന്റെ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തീമാണ്. അതുകൊണ്ടാണ് അത് ബഷീറിന്റെ ഓർമ്മയെ എന്റെ കാലത്തിലേക്ക് അത് ഇവോക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തന്നെ തോന്നുന്നു. മാത്രമല്ല, അതിന്റെ 3 ഖണ്ഡങ്ങളുണ്ട്. അതിൽ ആദ്യ ഖണ്ഡം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമായ നിവൃത്തികേടുകളുടെ ഒരിക്കലും രാഷ്ട്രീയം ഡയറക്റ്റായിട്ട് എഴുതുന്നതിന് അത്ര താല്പര്യമുള്ള ആളായിരുന്നില്ല ഞാൻ. പക്ഷെ അത് എന്നെ കൊണ്ട് ഈ കാലം എഴുതിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ലൗഡറായ രാഷ്ട്രീയ പ്രമേയങ്ങൾ എഴുതേണ്ടി വന്ന കവിതകളുടെ ഒരു പശ്ചാത്തലമാണ് ആദ്യ ഭാഗത്തിലുള്ളത്. അതാണ് സൊറാബ്ദീൻ കൊലമാല. ആ പേര് പറയുന്നത് പോലെ തന്നെ ആ പേരിലെല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. സൊറാബ്ദീൻ എന്ന ആളുടെ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട കൊലയുടെ ചരിത്രം, അതിന്റെ പിന്നിലുള്ള ശക്തികൾ, അതാണ് എൻ്റെ തീം. ഒരു പാട്ട് പോലെയാണ്, ഒരു ഫോക്ലോർ പോലെയാണ്. കത്തി കൊടുത്ത് മാങ്ങ വാങ്ങി ഡും 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 എന്ന പാട്ടിന്റെ ശൈലിയിൽ ഒരു കവിതയാണ്. 2ാം ഭാഗം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കോവിഡ് കാലമാണ്. കഴിഞ്ഞ 4 കൊല്ലത്തിൽ കോവിഡ് കാലത്തിൽ കൂടെ കടന്നുപോയതിന്റെ കൂടി പുസ്തകമാണ്. അതില് ഏതാണ്ട് പൊതുവെ നടക്കുകയും അലയുകയും ചെയ്യുന്ന ഒരാളെന്നാണ് എന്നെ കുറിച്ച് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ഞാൻ വീട്ടിലിരിക്കേണ്ടി വന്നപ്പോൾ ഉണ്ടായ എൻ്റെ മൊത്തം ശരീരത്തിന്റെയും മനസ്സിന്റെയൊക്കെ വ്യാകരണം, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളുടെ വ്യാകരണം മാറുകയാണ്. ആ മാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഇതുവരെ എഴുതാത്ത രീതിയിലുള്ള ചെറിയ ചില കവിതകൾ, 2, 4, 6 വരിയൊക്കെയുള്ള ചില കവിതകളാണെന്ന് പോലും ഓർക്കാണ്ട് എൻ്റെ ഡയറികളിൽ കുറിച്ചുകൊണ്ടിരുന്നത്. അതാണ് 2ാം ഭാഗം, അടച്ചിരിപ്പ് കാലം. 3ാം ഭാഗം ആണ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് എല്ലാവരും, പ്രത്യേകിച്ചും ബനീഷപ്പുള്ള വായനക്കാരൊക്കെ വളരെ ചേർത്ത് പിടിച്ചിട്ടുള്ള ആ കവിത ഉൾപ്പെടുന്ന ഗാന്ധി തൊടൽമാല എന്ന് പറഞ്ഞ ഖണ്ഡം. അത് കുറെ കൂടെ എൻ്റെ ആഖ്യാന കവിതകളുടെ രീതി തുടരുന്നതും കാവ്യാത്മകതയുടേതായ പല എക്സ്പെരിമെന്റുകൾ നടക്കുന്നതായിട്ടൊരു പ്രദേശവും കൂടെയാണ്.
പാട്ടിന് കവിതയുടെ സ്ട്രക്ചറിന് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ പാട്ടിന്റെ ഘടന കൂടി കവിതയിൽ എങ്ങനെ ഉൾച്ചേർക്കാം. പാട്ട് കൊണ്ട് ലളിതവൽക്കരിക്കുകയല്ല ചെയ്യുന്നത്, പാട്ട് കൊണ്ട് കൂടുതൽ സാന്ദ്രമാക്കുന്ന ഒരു രചനാ രീതിയുടെ പരീക്ഷണമൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നല്. എൻ്റെ അടുത്ത് തന്നെ പുസ്തകത്തെ കുറിച്ച് ചോദിച്ചുകൊണ്ട് അത്രയും പറഞ്ഞു. പുസ്തകം അതെ അതെ, എല്ലാ ഒരു പുസ്തകം കുറച്ചുകൂടെ എഴുത്തുകാരനോട് അതിൻ്റെ ഉള്ളടക്കം ഒന്നും ചോദിക്കുന്ന ഒരു സ്വഭാവം എനിക്കുമില്ല. എങ്കിൽ പോലും അതിലേക്ക് നയിക്കപ്പെട്ട ഒരു സന്ദർഭം, അതിൻ്റെ രാഷ്ട്രീയ സന്ദർഭം, അനുഭവ സന്ദർഭം, അതൊക്കെ പ്രധാനവുമാണല്ലോ. പ്രത്യേകിച്ചും സ്പർശം എന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്പർശം, തൊടുക എന്ന് പറയുന്നത്, തൊട്ടു നിൽക്കുക, വിയർപ്പറിയുക എന്നൊക്കെ പറയുന്നത്, ഈ തൊടൽ കുറഞ്ഞു കുറഞ്ഞു വരികയും തൊടാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് തോക്ക് ചൂണ്ടി കൊല ചെയ്യപ്പെട്ട, കൊന്നു എന്ന് പറയാതിരിക്കട്ടെ എന്ന് കൊന്നവർ വിചാരിക്കുന്ന, എന്നാൽ കൊല്ലുക തന്നെയാണ് ചെയ്തത് ഗാന്ധിജിയെ എന്ന് എല്ലാവരും ഏത് നിമിഷവും പറയണമെന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭത്തെ അത്രമേൽ കാവ്യാത്മകമായിട്ട് ഈ കവിത കൊണ്ടുവരുന്നു. അതിലെ ഈ സ്പർശം എന്ന് പറയുന്ന ഘടകത്തിലേക്കാണ് എൻ്റെ ഊന്നൽ. ഗാന്ധി തൊടൽമാലയെ, ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ എന്ന് പറയുന്ന ഒരു കുഞ്ഞിൻ്റെ പുളകം, അതിൻ്റെ നിർവൃതി, ആ നിർവൃതിയിൽ നിന്ന് വൈക്കം മുഹമ്മദ് ബഷീർ 100 വർഷം മുമ്പോ 99 വർഷം മുമ്പോ ആദ്യമായിട്ട് ഗാന്ധിജിയെ തൊട്ട ആ ഒരു കിടുക്കം, ആ കിടുക്കത്തിൽ നിന്നാണ് ഈ കവിത ആരംഭിച്ച് ഒരു ഘട്ടത്തിൽ പ്രേക്ഷകർ, വായനക്കാർ വിചാരിക്കാത്തൊരു തലത്തിലേക്ക് പോകുന്നത്. ഈ ഒരു പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒരു പക്ഷേ അതിൽ ഭൂരിപക്ഷവും അൻവർ അലിയെ കവി എന്നുള്ള നിലയ്ക്ക് അറിയാത്തവരായിരിക്കാം. ഗാന്ധി തൊടൽമാല എന്ന കവിത വായിക്കാത്തവരും ഉണ്ടായിരിക്കാം. ഗാന്ധി തൊടൽമാല ഒരു അവതരണ കവിതാ രൂപത്തിൽ അൻവർ അലി നിരവധി വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും അത് കണ്ടെത്തി തേടിപ്പോകാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഈ നിമിഷം ആ കവിത ഒന്ന് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തുടർ സംഭാഷണങ്ങൾക്ക് ഒരു ഗരിമയോ ഒരു സുഖമോ ഒക്കെ കിട്ടുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഞാൻ വായിക്കാം. അത് ഞാനിപ്പോ വായിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ സാധാരണ കേൾവിക്കാർക്ക് സുഖകരമായ രീതിയിൽ യൂട്യൂബിൽ അത് ഉണ്ടെന്നായിരുന്നു. ഞാൻ എന്തായാലും അത് വായിക്കാം. വായിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതിന് വായിച്ചതിന് ശേഷം പറയാം. ഗാന്ധി തൊടൽമാല. തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലെ കനുത്ത തോളിൽ തൊട്ടു ഞാനുമ്മ. തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലെ നനുത്ത തോളിൽ തൊട്ടു ഞാനുമ്മ. കടലു കര കയ്യേറുമാർ മനുഷ്യരാകെ ഇരമ്പിയാർത്തു, വൈക്കം ജെട്ടിയിൽ ബോട്ടടുത്തു ഗാന്ധി വന്നുമ്മ, നാട്ടിൽ കാന്തി വന്നുമ്മ. ഗാന്ധി കാലു വച്ചു മണ്ണിൽ ശാന്തി വിത്തു തരിച്ചു, 2 പല്ലു പോയ മോണ സൂര്യൻ ചിരിച്ചു. വിത്തു പൊട്ടി ചെടിയായി വൈക്കമൊരു വാടിയായി, നോക്കി നിൽക്കേ എന്തുമായം പൂത്തുലഞ്ഞുമ്മ, കാന്തി പൂത്തുലഞ്ഞുമ്മ. തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലെ തിളങ്ങും ഉയിരിൽ തൊട്ടു ഞാനുമ്മ. ഗാന്ധി കേറി തുറന്ന കാറിൽ കൂടി ഞാൻ പിന്നാലെ ജോറിൽ, വള്ളി പോലെ പടർന്നു കാറിൻ വക്കിൽ ഞാനുമ്മ. വന്മലയിൽ മുകിൽ കീറ് വീണ് പെയ്യും പോലെ, വൻകടലിൽ നീർച്ചാല് വന്നു ചേരും പോലെ, രാമനെ റഹീം പോലെ അയ്യനെ വാവര് പോലെ, വൈക്കത്തപ്പന് കൊരമ്പുലയൻ ചെന്നു തൊടും പോലെ. തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലിഴ ചേർന്ന ഗൽബിൽ തൊട്ടു ഞാനുമ്മ. പിന്നൊരു നാൾ ഇന്ത്യ
രണ്ടു തുണ്ടായി കാന്തിയോടപര കാന്തി ചേർന്നതിൽ മിന്നലുണ്ടായി. തൊട്ടടുത്തു നിന്നു പാഞ്ഞു മൂന്നു തീയുണ്ട, മുട്ടിലൊന്നു നിന്നു പിന്നെ വീണുപോയി ഇന്ത്യ. ഗോഡ്സെ തൊട്ടുമ്മ ഗാന്ധിയ ഗോഡ്സെ തൊട്ടുമ്മ, കാഞ്ചിയിൽ വിരൽ കൊണ്ട് ഗോഡ്സെ തൊട്ടുമ്മ. തൊട്ടു ഞാനുമ്മ തൊട്ടു ഞാനുമ്മ, കാന്തിയെ തൊട്ടു ഞാനുമ്മ. പട്ടടയിൽ കത്തും ഇന്ത്യയെ തൊട്ടു ഞാനുമ്മ, പട്ടടയിൽ കത്തും ഇന്ത്യയെ തൊട്ടു ഞാനുമ്മ. അൻവർ അലി, ഈ കവിതയിൽ തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ എന്ന ആ ആവർത്തിച്ചിട്ടുള്ള ആ പ്രയോഗവും അതിൻ്റെ ശീലമാണ് ഈ കവിതയെ ഒരു ഉയരങ്ങളിലേക്ക് എത്തിച്ച് കൊണ്ടുപോകുന്നത്. പിന്നീട് ഗോഡ്സെ തൊട്ടുമ്മ ഗാന്ധിയെ ഗോഡ്സെ തൊട്ടുമ്മ എന്ന് പറയുന്നിടത്താണ് ഈ കവിതയിൽ വലിയൊരു അർത്ഥച്ചാട്ടവും അനുഭവച്ചാട്ടവും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ കയറിയുള്ളൊരു പറച്ചിലാണ്. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഏത് വായനക്കാരനും വായനക്കാരിക്കും ആ കവിതാ വായനയുടെ പാരമ്പര്യമോ അനുഭവ സമ്പത്തോ ഒന്നുമില്ലെങ്കിലും നേരെ സ്പർശിനിയായിട്ട് വന്ന് ഒരാഘാതമേൽപ്പിക്കുന്ന കവിതയാണ്. കാരണം ഗോഡ്സെ തൊട്ടുമ്മ എന്ന് പറയുന്ന ആ ഒരു വരി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ഗാന്ധി തുടർമാലയിലെ ഈ കവിത മിക്കവാറും വായനക്കാരെ കിടുക്കുന്ന ഒരു കവിതയായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. 99 കൊല്ലം മുമ്പ് വൈക്കം ജട്ടിയിൽ ബോട്ടിറങ്ങിയ ഗാന്ധിജിയെ വൈക്കം മുഹമ്മദായിട്ട് വളരുന്നതിന് മുമ്പുള്ള ബഷീർ എന്ന കുട്ടി തൊട്ട നിമിഷത്തിൻ്റെ തരിപ്പിൽ നിന്നാണ് ഈ കവിതയുടെ തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ പട്ടുപോലെ നനുത്ത തോളിൽ തൊട്ടു ഞാനുമ്മ എന്ന് പറയുന്നിടത്ത് ഗാന്ധിജിയുടെ ശരീരത്തിലെ സ്പർശത്തിൻ്റെ മൃദുത്വത്തെക്കുറിച്ചുള്ള സൂചന വരുന്നു. അങ്ങനെ ആ ഒരു സ്പർശന നിമിഷത്തിൻ്റെ നിർവൃതിയുടെ ഇമ്മിണി ബല്യ ആശ്ചര്യം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോഗവുമാണല്ലോ അത്, ഇമ്മിണി ബല്യ എന്നുള്ളത്. അപ്പോൾ ആ ആശ്ചര്യത്തിൻ്റെ ഇമ്മിണി ബല്യ ആശ്ചര്യ സന്ദർഭത്തിൽ നിന്ന് ആ കവിത പിന്നീട് വിത്ത് പൊട്ടിച്ചെടിയായി വൈക്കം ഒരു വാടിയായി നോക്കി നിൽക്കേ എന്ത് മായം പൂത്തുലഞ്ഞുമ്മ കാന്തി പൂത്തുലഞ്ഞമ്മ. അങ്ങനെ പ്രകാശത്തിൻ്റെ ഒരു പൂത്തുലയൽ ഗാന്ധി എന്ന വാക്ക് കാന്തിയായിട്ട് മാറുമ്പോഴൊക്കെ വരുന്നു. പിന്നെ തീണ്ടലിൻ്റെയും തൊടിയിലിൻ്റെയും അയിത്തത്തിൻ്റെ ചരിത്രത്തെയൊക്കെ അഗാധമായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൊടലിൻ്റെ നാനാർത്ഥങ്ങളിലേക്ക് ഈ കവിത കടക്കുകയും ചെയ്യുന്നു. അവിടെ നിന്ന് ഈ കവിതയുടെ ഒരു ഗിയർ ചേഞ്ച് പതുക്കെ നമ്മൾ അനുഭവിച്ച് വരുന്നത് രാമനെ റഹീമ് പോലെ അയ്യനെ വാവര് പോലെ വൈക്കത്തപ്പനെ കോരമ്പുലയൻ ചെന്ന് തൊടും പോലെ തൊട്ടു ഞാനുമ്മ എന്ന് പറയുന്ന ഇടത്താണ്. അവിടെ നിന്ന് തൊട്ട കൈകളെ വിശ്വസിക്കാൻ കഴിയാത്ത വണ്ണം കോരിത്തരിക്കുന്നു. ഇങ്ങനെ തൊടലിൻ്റെ ഈ ആവർത്തിച്ചുള്ള ഈ ശീലുകളുടെ ഈണക്കം പിന്നീട് ഒരു സംഘഗാനം പോലെയോ ഒരു ഇശല് പോലെയോ ഒക്കെ താളം പിടിച്ച് രസിച്ച് കേൾക്കാൻ നമ്മളുടെ മനസ്സ് സജ്ജമായി വരുന്ന ഇടത്താണ് അവിടെ നിന്ന് അൻവർ അലി ഈ കവിതയെ പറപ്പിക്കുന്നത്. പിന്നൊരു നാൾ ഇന്ത്യ രണ്ട് തുണ്ടായി, കാന്തിയോട് അപരകാന്തി ചേർന്നതിൽ മിന്നലുണ്ടായി. തൊട്ടടുത്ത് നിന്നു പാഞ്ഞു മൂന്ന് തീയുണ്ട, മുട്ടിലൊന്നു നിന്നു പിന്നെ വീണു പോയി ഇന്ത്യ. ഗോഡ്സെ തൊട്ടുമ്മ ഗാന്ധിയെ ഗോഡ്സെ തൊട്ടുമ്മ, കാഞ്ചിയിൽ വിരൽ കൊണ്ട് ഗോഡ്സെ തൊട്ടുമ്മ എന്ന് പറയുന്ന ആ ഇടത്ത് കവിത അതിൻ്റെ ദൗത്യം പൂർണ്ണമാക്കുകയും അവിടെ നിന്ന് വായനക്കാരുടെ മനസ്സിൽ നിന്ന് ആ കവിത വേറെ ഇടങ്ങളിലേക്ക് പറക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ഈ കവിതയുടെ പ്രാഥമികമായിട്ടുള്ളൊരു ലക്ഷ്യമെന്ന് ഞാൻ കരുതുന്നു. അൻവർ അലി, ഈ കവിത എങ്ങനെയാണ് അൻവറിൻ്റെ മനസ്സിലേക്ക് ഈ കവിത വന്നത്? അതായത് പല കവികൾക്ക് പല രീതികളുണ്ടാവുമല്ലോ. ചിലപ്പോൾ ആദ്യം തന്നെ ഒരു പക്ഷേ ഗോഡ്സെ തൊട്ടുമ്മ എന്നുള്ള വരി ആദ്യം മനസ്സിൽ വന്നിട്ട് പിന്നീട് അത് മനസ്സിൽ കുറേ കാലം വെച്ചുകൊണ്ടിരുന്നിട്ട് പിന്നീട് അതിൽ റിവേഴ്സ് ഗിയറിൽ കവിത ആരംഭിച്ചതാണോ? ആദ്യം അതല്ല, ഈ ബഷീറിൻ്റെ ഗാന്ധി സ്പർശനത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് ആദ്യത്തെ 2 വരി വരികയും പിന്നെ അത് മനസ്സിൽ കിടക്കുകയും പിന്നെ അത് മറക്കുകയും പിന്നീട് എപ്പോഴോ അത് പെട്ടെന്നൊരു പ്രവാഹം പോലെ വരികയും ഏത് സന്ദർഭത്തിൽ നിന്നാണ് ഈ കവിത ഉരുവം കൊണ്ടത്? ഇതിന്റെ പിന്നിൽ ഒരു സംഭവം കൂടെ ഉണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗൺ യൂണിവേഴ്സിറ്റിയുടെ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ സൗത്ത് ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട ഒരു കവിയും നാടക പ്രവർത്തകനും സർവോപരി ആന്റി അപ്പാർത്തൈഡ് മൂവ്മെന്റിന്റെ അകത്ത് വളരെ സജീവമായിരുന്ന വ്യക്തിയുമായിട്ടുള്ള ആരി സിറ്റാസ് എന്ന് പറയുന്ന പോയറ്റിന്റെ നേതൃത്വത്തിൽ അവർ മുമ്പ് തന്നെ ഇന്ത്യയെയും ആഫ്രിക്കയും കണക്ട് ചെയ്യുന്ന പല പ്രോജക്റ്റുകൾ, പ്രത്യേകിച്ചും അവരുടെ ഒരു വലിയ ചരിത്രപരവും രാഷ്ട്രീയമായിട്ടുള്ള ചില ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചില വർക്കുകൾ അവർ ചെയ്യും. എക്സ്പെരിമെന്റൽ വർക്ക്, സംഗീത ശില്പങ്ങളും ഒക്കെ ചെയ്യും. അതിൽ കവികൾ, സംഗീതജ്ഞര്, തിയേറ്റർ പീപ്പിൾ, അവരിങ്ങനെയുള്ള പലരും കൂടെ ജോയിന്റ് ആയിട്ടൊരു വെഞ്ചറാണ്.
മാത്രമല്ല മ്യൂസിക് ആണ് ഇന്ത്യൻ മ്യൂസിക്, അവിടുത്തെ ജാസ്, റെഗെ എല്ലാം കൂടെ കലർന്നിട്ടുള്ളത്. സോ ഗാന്ധി അവിടെ ആഫ്രിക്കയിലും ഒരു വലിയ വലിയ ചോദ്യം ചെയ്യൽ വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. കോങ്കോ യൂണിവേഴ്സിറ്റിയിലെ കാര്യം, കോങ്കോ യൂണിവേഴ്സിറ്റിയിൽ ഗാന്ധിയുടെ പ്രതിമ തകർക്കുകയാണ്. ഗാന്ധി വംശീയവാദിയായിരുന്നു. ഗാന്ധി വളരെ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുള്ള ചില അഭിപ്രായം, ചില കോൺട്രാക്ടറി അഭിപ്രായങ്ങൾ ഉണ്ടെന്നാനും വംശീയത ആരോപിക്കാവുന്ന അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വലിയ വൈരുദ്ധ്യങ്ങൾ അത് ഫിനിക്സിൽ തന്നെ അദ്ദേഹം സ്ഥാപിച്ച ഫിനിക്സ് ആശ്രമത്തിൽ തന്നെ ഇഷ്യൂ. അപ്പൊ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഗാന്ധി വീഴ്ത്തപ്പെടേണ്ടവനോ എന്നുള്ള ഒരു ടൈറ്റിലിന്റെ കീഴിൽ ഒരു പരീക്ഷണാത്മകമായ ദൃശ്യ സംഗീത ശില്പം ഉണ്ടാക്കണം എന്നുള്ള വളരെ യൂട്ടോപ്യൻ ഐഡിയ ആയിട്ട് അരിസിറ്റാസ് വരികയും ഒരു കവിയും ലിറിസിസ്റ്റ് രണ്ടും കൂടെ കലർന്ന ഒരാളെന്ന നിലയ്ക്കായിരിക്കും എന്നെ അതിൽ വിളിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് എഴുത്തുകാരും മ്യൂസീഷ്യൻസ് ഒന്നിച്ചിരുന്നിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിന്റെ പ്രോസസ്സിൽ കൂടെയാണ്. അതിനിടയിലാണ് ഈ വർക്ക് ഉണ്ടാകുന്നത്. അപ്പൊ എല്ലാവരും അവരവരുടെ നേറ്റീവ് ആയിട്ടുള്ള, ഇപ്പൊ ഫിനിക്സിലുള്ള ബ്ലാക്ക് മ്യൂസീഷ്യൻസ് ആയിട്ടുള്ള ചില ആളുകൾ അവിടുത്തെ എക്സ്പീരിയൻസിന്റെ, അവിടുത്തെ ഗാന്ധിയെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചിലർ സ്പിന്നിങ്, നൂൽ നോക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കവിതകൾ, അങ്ങനെ പലതരം കവിതകൾ മണ്ടയിലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ പലതരം കവിതകളും പാട്ടുകളും അതിലുണ്ടായി. പക്ഷേ അപ്പൊ ഞാൻ ആലോചിച്ച് എന്റെ നേറ്റിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗാന്ധി, എന്റെ ഇന്ത്യൻ ഗാന്ധിയും എന്റെ കേരളത്തിലെ ഗാന്ധിയും വാസ്തവത്തിൽ 1924 വക്യ സത്യാഗ്രഹം തുടങ്ങിയതിനെ കുറിച്ചും 25 എന്ന് പറയുന്നത് 24-25 കാലം 100 വർഷമാണ് ഗാന്ധിയുടെ വരവിന്റെ ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. അതൊക്കെ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബഷീർ തൊട്ടത്, ഇപ്പൊ സ്കൂൾ പാഠപുസ്തകങ്ങളൊക്കെ കഥയുണ്ട്, അമ്മ എന്ന് പറഞ്ഞ കഥ, ആ കണ്ണിക എടുത്തൊന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിന്റെ ഒരു ആഫ്റ്റർ റൈറ്റിംഗ്, ഇതിന്റെ തുടരെടുത്ത് എനിക്ക് എഴുതാം. അങ്ങനെയാണ് ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഇപ്പം ഞാനും എടശ്ശേരിയാണ് വലിയ സഹായി. ഈ ആഖ്യാന കവിതകളിലേക്ക് നമ്മൾ വലിച്ചഴിക്കുന്ന ഒരു ആത്മാവാണ് എടശ്ശേരി പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഫീൽ എപ്പോഴും എനിക്ക് ഈ ആഖ്യാന കവിത എഴുതുമ്പോൾ ഉണ്ടാവാറ്. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് അബ്ദുൾ റഹ്മാൻ സാഹിബിനെ കുറിച്ചൊക്കെ എടശ്ശേരിയുടെ കവിതയ്ക്ക് എനിക്ക് പാടാൻ വേണ്ടി ഞാൻ എഴുതാണെന്ന് പറയുന്നുണ്ട് എടശ്ശേരി. മർത്യമാംസം ജീവനുള്ള മർത്യമാംസം കയറ്റി മാപ്പിളപ്പാട്ടിന്റെ ഒരു മീറ്റർ. ആ ഒരു ദിശയിൽ എന്റെ ഭാവന പോവുകയും പെട്ടെന്ന് ആദ്യത്തെ വരികൾ വരികയും ചെയ്യാം. ഗോഡ്സെ എന്നപ്പോ മനസ്സിലില്ല. പക്ഷെ കുറച്ചു ദൂരം പാട്ടിന്റെ ഊഞ്ഞാലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്ര സുഖകരമല്ലല്ലോ ഗാന്ധിയുടെ പിന്നീടുള്ള പരിണതികൾ എന്നുള്ളതിലേക്ക് അങ്ങനെ സമാന്തരമായിട്ട് സ്വയം വെട്ടിത്തിരിയുക എന്ന് പറയില്ലേ, വെട്ടിത്തിരിയുന്നത് അത് എനിക്ക് അറിഞ്ഞൂടാ. അത് ബോധപൂർവ്വം അബോധപൂർവ്വം രണ്ടും കൂടെ കലർന്ന രീതിയിലോ ഒരു ഘട്ടത്തിൽ ഗോഡ്സെ അതിലേക്ക് കടന്നു വരികയാണ്. ഗാന്ധിയുടെ ജീവിതത്തിലും ഗോഡ്സെ അങ്ങനെയാണല്ലോ കടന്നു. ഗാന്ധിയുടെ അത്ര എനിക്ക് അതിനെ കുറിച്ച് പറയാനുണ്ട്. എന്തായാലും അവിടെ വെച്ചുണ്ടായ കവിതയാണിത്. അവിടെ ഒരു ഷോയിൽ പെർഫോം ചെയ്യുകയും ചെയ്തു. മെഹബൂബ് എക്സ്പ്രസ് എന്ന കവിതാ സമാഹാരത്തിന് ശേഷം വരുന്ന പുസ്തകമാണ് ഗാന്ധി തുടൽമാല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെഹബൂബ് എക്സ്പ്രസ് എൻ്റെ കയ്യിലുണ്ട്, ഞാനത് പൂർണ്ണമായിട്ടും വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ തന്നെ മെഹബൂബ് എക്സ്പ്രസ് എന്ന ശീർഷകത്തിലുള്ള ആ കവിത ഉണ്ട് എന്നിരിക്കെ തന്നെ തിരിച്ചറിക്കാട് പോലെയുള്ള അങ്ങേയറ്റം പെട്ടെന്ന് എന്താണ് ശബ്ദത്തിൽ രാഷ്ട്രീയം പറയുന്ന, ജീവിതം പറയുന്ന കവിതകൾ കൂടി ഉൾപ്പെടുന്ന ഒരു പുസ്തകം എന്നുള്ള നിലയ്ക്ക് കൂടി അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ഗാന്ധി തുടൽമാല എന്ന കവിതയുടെ താള് മറിച്ചാൽ പിന്നെയും കാത്തിരിക്കുന്ന കവിതകൾ ഏതൊക്കെയാണ്? അതായത് ഞാൻ ഏകാന്തത പോലെയുള്ള കവിതകളുണ്ട്. അൻവർ അലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പാരമ്പര്യത്തിൻ്റെ എല്ലാ ഛന്ദസ്സുകളുടെയും ഗരിമയോടുകൂടി പോകുമ്പോൾ തന്നെ അതിനെ തൻ്റെ നാട്ടുവഴക്കങ്ങൾ കൊണ്ട് പൊളിക്കുകയും വേറെ ലോകങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ഭാഷാ ശൈലിയൊക്കെ അൻവർ അലിക്കുണ്ട്. ഇപ്പോൾ പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ട് ഒക്കെ എഴുതിയിട്ടുള്ള കവിതകൾ. ഈ കവിതയിൽ ഏകാന്തത എന്ന് പറയുന്ന ഒന്നിനെ തൻ്റെ കെട്ടിയോളായിട്ട് കരുതിയിട്ട് ഏകാന്തത വന്നിട്ട് നമ്മളെ വിളിച്ചുണർത്തുന്ന പോലെയാണ് ആ കവിത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം ആ രീതിയിലുള്ള ഏതൊക്കെ കവിതകളാണ് ഇതിൽ വരുന്നത്? ഈ ഒരു പുസ്തകത്തെ സമാഹാരമായിട്ട് സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു രീതി എങ്ങനെയാണ്? അത് തീർച്ചയായിട്ടും ആ കവിത അത് ഏകാന്തതയോടെ എന്നാണ് ആ കവിത ഉൾപ്പെടെ ഒരു 4-5 കവിതകൾ ഈ അടുത്ത കാലത്ത് ഞാൻ വളരെ കുറച്ച് എഴുതുന്ന ആളും പതുക്കെ എഴുതുന്ന ആളുമാണ്. പക്ഷെ എനിക്കറിയില്ല, വളരെ പെട്ടെന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് 4 കവിതകൾ എനിക്ക് എഴുതാൻ പറ്റും. അത് എന്റെ മൊത്തം കവിതയുടെ ഒരു ജീവിത കാലഘട്ടത്തിൽ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അത് ഞാനതിനടുത്ത് ഷെയർ ചെയ്യും, എസ് ഗോപാലകൃഷ്ണനോട് ഷെയർ ചെയ്യും, അത് അതിനെ കൊണ്ട് ചൊല്ലിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്ന ഈ ഒരു 4-5 കവിതകൾ ആ സീരീസ് ഒന്നിച്ച് വന്നിട്ടുണ്ട്. അതോടുകൂടി ഞാൻ പുസ്തകം പെട്ടെന്ന് ഇറക്കാൻ തീരുമാനിച്ചു. അത് പിന്നെ അതിനോടൊപ്പം തന്നെ എഴുതിയ കവിതകളിൽ ഖബർ വീട് എന്നൊരു കവിത ഉണ്ട്. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും വളരെ പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും അത് ലൗഡർ അല്ലാതെ തന്നെ അതിൻ്റെ ഒരു രാഷ്ട്രീയം പ്രഗ്നന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ലോക രാഷ്ട്രീയം ഖബറും വീടും തമ്മിലുള്ള ബന്ധം വീട് ഖബറും വീടുമായിട്ട് മാറും. അങ്ങനെയുള്ള കുറെ കവിതകൾ എൻ്റെ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ഗാന്ധി തുടൽമാല എന്ന് പറഞ്ഞ ഭാഗത്ത് വരും. തീർച്ചയായിട്ടും എനിക്ക് അതിനൊരു ആശ്വാസവും
ഒരു ആനന്ദമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മുടെ കാലം അത്ര ആശ്വാസം ആനന്ദം തോന്നേണ്ട കാലമല്ല എന്നുള്ള ഒരു സങ്കടം ഇതിന് സമാന്തരമായി കിടപ്പുണ്ട് താൻ. അതിലിപ്പം പിന്നെ ഞാനും ആ കവിത ചൊല്ലണോ ഖബർ ചൊല്ലണോ ബിനേഷ് പറയുന്ന ഒരു കവിത ഞാൻ ചൊല്ലാം. അപ്പൊ അത് കവിത ചൊല്ലുന്നതായിരിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് കൂടുതൽ ഞാൻ ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. അതെ, കവിത ചൊല്ലാവുന്നതാണ്. അതിനു മുമ്പ് ഞാൻ ആമുഖത്തിൽ അൻവർ അലിയെ വിശേഷിപ്പിച്ച ആ ഭാഗം ചില പ്രേക്ഷകർക്കെങ്കിലും അൻവർ അലിയെക്കുറിച്ച് വ്യക്തിപരമായിട്ട് അറിയാത്തവർക്ക്, അല്ലെങ്കിൽ തിരിച്ചറി കാർഡ് എന്ന കവിത അറിയാത്തവർക്ക് എന്താണ് ഒരു അതിഥിയെ ഈ രീതിയിൽ സ്വാഗതം ചെയ്യുന്നത് എന്നൊക്കെ സംശയമുണ്ടാവും. ഇത് കണ്ടതിന് ശേഷം യൂട്യൂബിൽ പോയിട്ട് അൻവർ അലിയുടെ എൻ്റെ പേര് അലി എന്നോ അല്ലെങ്കിൽ തിരിച്ചറി കാർഡ് എന്നോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കവിത പിടികിട്ടും. എന്തുകൊണ്ട് അൻവർ അലിയെ ആ രീതിയിൽ ഞാൻ അഭിസംബോധന ചെയ്തു എന്ന് അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. ഇതിലെ ഖബർ അല്ലെങ്കിൽ ഏകാന്തത, ഇതിലേതെങ്കിലും ഒരു കവിത അൻവർ അലി ചൊല്ലുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സമയം പോലെ ഞാൻ രണ്ടും ചൊല്ലാൻ നോക്കാം. ഞാൻ ഖബർ ചൊല്ലാം, ചെറിയ കവിതയാണ്. അപ്പോൾ അൻവർ അലിയോട് ഞാൻ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഒരു മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് നമ്മളുടെ സമയപരിധി കഴിയുന്ന ഘട്ടം എത്തുകയാണെങ്കിൽ ചിലപ്പോൾ നന്ദി പറയാതെ തന്നെ ഒരു വരി പൂർണ്ണമാവുമ്പോൾ നമ്മൾ ശബ്ദം പതുക്കെ താഴ്ത്തിയിട്ട് അത് പൂർണ്ണമാക്കും. കവിത ചൊല്ലുന്നതിനിടയിൽ തന്നെ മുൻകൂർ നന്ദി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ചൊല്ലിക്കോളും. ചെറിയ കവിതയാണ്, ചെറിയ കവിത. ഖബർ വീട്. ഖബർ മണ്ണിനടിയിൽ, വീട് മണ്ണിന് മേൽ. ഒരറ, ഏതാനും മരപ്പലക, അത്രയും മതി ഖബറിന്. വേണമെങ്കിൽ സാമ്പ്രാണി പുകച്ചൊരു പ്രാർത്ഥനയാവാം, 2 മീസാൻ കല്ലും. വീടോ ഒരായുസ്സിന്റെ ബലതന്ത്ര ഗോപുരം. സിമന്റ്, കല്ല്, മരം, ദ്രവം, പലയിനം കമ്പി കണ്ണാടികൾ വേണം. പണവും ആസൂത്രണവും ആയുധ ബലവും വേണം. വായു, വെളിച്ചം, മക്കൾ, മരിച്ചവർ, ഓർമ്മകൾ പശ്ചിമയിൽ ചാലിച്ചെടുക്കണം. ഖബറിൽ വെറുതെ കിടന്നാൽ മതി ഖയാമത്തോളം. വീട്ടുമുറിയിൽ എത്ര ദിവസം, മണിക്കൂർ, നിമിഷം ഒരാൾക്ക് ഒറ്റയ്ക്ക് കഴിയാനാവും? യുദ്ധത്തിൽ വീടുകൾ കൂട്ടത്തോടെ കൊല്ലപ്പെടും, ഖബറുകൾ പെറ്റുപെരുകും. ഖബറുകൾക്ക് മേൽ വീട് മുളക്കില്ല, പക്ഷേ വീടുകളുടെ അടിവയറ്റിൽ എല്ലായ്പ്പോഴും ഉണ്ട് ഖബറിന്റെ വിത്ത്. വീടേ, ഖബറേ, നിങ്ങൾ തമ്മിൽ എന്ത്? ഒരു കഴഞ്ച് വ്യതിരിക്തതയുടെ കമ്പിവേലിക്കപ്പുറം ഇപ്പുറം മുറിഞ്ഞ് 2ആയ മണ്ണിരയെ വാഗ്ദത്ത ഭൂമിയുടെ വരാന്തയിൽ കീഴ്മേൽ നിർത്തി ദൈവം ശിക്ഷിച്ചതാണോ? ഇപ്പോൾ ആകാശം ഒരു ഭവന സമുച്ചയം, ഭൂമി ഖബറും. ഇരുകൈയും ഉയർത്തി അവസാന ചന്ദ്രക്കലയുടെ മയ്യത്ത് നിസ്കരിക്കാൻ തുടങ്ങുന്നു നക്ഷത്രങ്ങൾ. അല്ലാഹു അക്ബർ. ഇതാണ് ഖബർ വീട്. യാത്രകളെ കുറിച്ച് അൻവർ അലി സൂചിപ്പിച്ചുവല്ലോ. യാത്രകളുടെ കവി എന്നുള്ള നിലയ്ക്കൊക്കെ യാത്രകൾ ഏതൊക്കെ തരത്തിൽ കവിതയിലേക്ക് നമ്മളെ പ്രചോദിപ്പിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചിതറിപ്പിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്? ശരിക്കും യാത്രയാണ് ഈ അറിവിന്റെ പ്രധാനപ്പെട്ട, എനിക്കൊന്ന് പുസ്തകം പോലെയോ ചില സമയങ്ങൾ അതിനേക്കാൾ പ്രധാനം യാത്രയാണ്. അയ്യപ്പൻ്റെ ഒരു വരി തന്നെയുണ്ട്, യാത്രയാണ് കവിതയുടെ ജ്ഞാനം യാത്ര എന്ന് പറഞ്ഞ അയ്യപ്പൻ്റെ ഒരു വരി തന്നെയുണ്ട്. അപ്പോ ഈ യാത്രകളിൽ കൂടെയാണ് എൻ്റെ കവിതകൾ ഒട്ടുമുക്കാലും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിന് വലിയൊരു ഷിഫ്റ്റ്, ഒരു പാരഡൈം ഷിഫ്റ്റ് വന്നതാണ് കോവിഡ് കാലം. കോവിഡ് കാലം എല്ലാവരെയും ബാധിച്ച പോലെ തന്നെ എന്നെയും അങ്ങനെ വളരെ എൻ്റെ എല്ലാ പാരഡൈമും മാറി. നേരെ തിരിച്ചായി, വീട്ടിൽ തന്നെ ഇരിക്കുക, അവിടെ തന്നെ ഇരിക്കുക എന്ന് പറയുന്നത്. അതിന്റെ വ്യത്യാസം എൻ്റെ കവിതയിലും വന്നിട്ട്. അപ്പോഴും യാത്ര ഒരു പ്രധാന ചലനം വലിയ പ്രശ്നമാണ്. ഇപ്പോഴും മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇത്രയും ഈ ഒടുവിൽ ചൊല്ലിയ കവിതകളിലൊക്കെ തന്നെ വരുന്ന ഒരു യാത്രയുടെ അഭാവം ഇതിൻ്റെ, അത് വളരെ പ്രധാനമാണ്. യാത്ര ചെയ്യാൻ പറ്റായികയുടെ ടെൻഷൻ ഉണ്ട്. അതാണ് നേരത്തെ സൂചിപ്പിച്ച കവിത എല്ലാ സമയമുണ്ടെന്ന് തോന്നുന്നില്ല. മറ്റേ ഏകാന്തത എന്ന കവിതയിലെ ഒരു 4 or 8 വരികൾ വായിച്ചിട്ട് നമ്മൾക്ക് പൂർണ്ണമാക്കാമെന്ന് തോന്നുന്നു. അത് വായിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ മിക്കവാറും പ്രേക്ഷകർക്ക് ഈ പുസ്തകം വാങ്ങണമെന്ന് തോന്നുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ പുസ്തകത്തിന്റെ വില എത്ര രൂപയാണ്? വില അത് നോക്കണം, എനിക്ക് 140 രൂപ.
DC ബുക്സ് ആണ് ഗാന്ധി തുടൽമാല എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിലെ ഏകാന്തത എന്ന കവിതയിലെ ചില വരികൾ അൻവർ അലി വായിക്കുന്നു. ആ കവിത അങ്ങനെ വായിച്ച് പോകുന്നതിനിടയിൽ നമ്മൾ ഇത് പൂർണ്ണമാക്കുകയും ചെയ്യും. അത് ഞാനും എല്ലാവർക്കും കേട്ടോണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും നന്ദി, പിന്നെ ഗണേഷിനോട്, കേരള വിഷു നന്ദി പറഞ്ഞുകൊണ്ട് ഏതാനും വരികൾ വായിക്കാം. വേവും വെയിലായി എഴുന്നേൽക്ക് ഏകാന്തതേ എന്റെ കെട്ടിയോളെ, വേനലവധിക്കു മക്കൾ പോൽ ഏതെല്ലാം പക്ഷികൾ കണ്ടാട്ടെ, ഞാനെന്ന ഭാവത്തിൽ ഞാലുന്നു ഞാവലിൻ കൊമ്പിലൊലെ ഞാലി, കക്കക്കുടുംബശ്രീ മുറ്റത്ത് ചിത്തകൾ കൊത്തി വലിക്കുന്നു, ക്വാറിയിൽ പാറതെറിക്കുമ്പോൾ റോഡിൽ കുരികിലിൻ പറ്റങ്ങൾ, ജന്നലിറമ്പിൽ റംബുട്ടാനിൽ ബുൾബുളും മക്കളും പയ്യാരം, ദേശാടനക്കാരിക്കൊക്കെ നിൻ വേഷം കെട്ട് ഓവറാണോർത്തോളൂ, കുണ്ടി കുലുക്കി കുളക്കോഴി കണ്ടം നിനക്കുള്ള റാമ്പോടി, കേവിലൻ കമ്പിമേൽ ആടിയാടി പാടുന്നു വണ്ണാത്തിപ്പുള്ളേ നീ, കോഴിക്കുഞ്ഞുങ്ങളെ കോർക്കാനോ താണു പറപ്പടി കൃഷ്ണമ്മേ, വേവും വെയിൽ പോയി എഴുന്നേൽക്കൻ്റെ ഏകാന്തതേ എടി കെട്ടിയോളെ, കാനലുപോലെ കിനാ പോലെ പൂക്കൾ പറമ്പാകെ നോക്കിക്കേ, ബാൻഡു വായിക്കുന്നു വേലിക്കൽ ഏഴു നിറത്തിൽ ബൊഗൈൻവില്ല, ചെമ്പരത്തി അതു കണ്ടിട്ടോ അമ്പടാന്നപ്പടി ചോക്കുന്നു, ലില്ലിയും റോസും ഇതൾ നീർത്തി മുട്ടിന്മേൽ ഓശാന കുടുംബം, തെച്ചി മന്ദാരം തുളസിയേച്ചിയും സിൽമാപ്പാട്ടായി തൊഴുന്നുണ്ട്, പൂവാലനേഴിലമ്പാലേ നീ കാറ്റിലൂടെ ആടി വരും നേരം, മാവേലി വന്നു പ്രാന്തായി തുമ്പ മുക്കുറ്റിയോ നാണിപ്പൂ, വെൺപകൽ ചൂടിയ വാർമുല്ല വാസന പോയി നിറം കെട്ട് വിണ്ണിൻ പുറമ്പോക്കിൽ വീഴുമ്പോൾ വീണപൂവെന്നാര് മന്ത്രിപ്പൂ. ഇത്ര പോരെ? അതെ, അങ്ങനെ ഏകാന്തത എന്ന കവിത, കെട്ടിയോളായിട്ട് ഏകാന്തയെ സങ്കല്പിക്കുന്ന ഈ കവിത ചൊല്ലിക്കൊണ്ട് നമ്മൾക്ക് ഗാന്ധി തുടൽമാല എന്ന അൻവർ അലിയുടെ ഈ പുസ്തകം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ നിമിഷം തത്സമയം ഈ കവിതയുമായി നമ്മുടെ മുന്നിൽ വന്ന അൻവർ അലിക്ക് നന്ദി പറയുന്നു. നമസ്കാരം.